ഈ ഭഗവാൻ കൃഷ്ണൻ, ഈ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്. ഈ നിർമാല്യം തൊഴാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണത്. ഇപ്പോ കുറെ സാരി ഇറങ്ങുന്നുണ്ട് കൃഷ്ണന്റെ ചിത്രമായിട്ട്. കൃഷ്ണന്റെ ചിത്രം അവിടെ അതൊക്കെ തിരികി അലങ്കരിച്ച് മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെളിച്ചപ്പാടിന്റെ മാതിരി പെണ്ണുങ്ങൾ 2 മണി പുലർച്ചെ 2 മണിയാകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ നിർമാല്യം തൊഴാൻ വേണ്ടി ഒരു വരവുണ്ട്. ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് വേണ്ടി വരികയാണെന്നാണ് വ്യംഗ്യം. പക്ഷെ അത് ഗുരുവായൂരപ്പനെ കാണിക്കാനല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ വന്നിട്ട് അമ്മായി അമ്മൂമ്മ എന്നൊക്കെ വിളിച്ച് ഒച്ചയുണ്ടാക്കി ബഹളുണ്ടാക്കി മുമ്പിൽ കടന്ന് തിരുവാരക്കളിയൊക്കെ നടത്തിയിട്ടാണ് ദർശനം നിൽക്കുന്നത്. പുറകിൽ നാമം ജപിക്കുന്ന ഒരു പരിപാടി അവർക്കില്ല. നാമം ഗുരുവായൂർ ജപിക്കുന്ന ഒരാളെ ഉള്ളത് പി ലീലയാണ്. രാവിലെ അവര് തുടങ്ങും, 2 മണിക്ക് റെക്കോർഡിട്ട് അവര് പാടിക്കോളും ഹരിനാമ കീർത്തനമൊക്കെ. ബാക്കി ലീലമാരൊക്കെ അവിടെ ലീലാവിലാസമായിട്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പൊറാട്ട നാടകം കണ്ടിട്ട് കൃഷ്ണൻ പ്രസാദിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. ശുദ്ധ ഭക്തിക്ക് മാത്രമേ ഭഗവാൻ വഴങ്ങുകയുള്ളൂ. സ്വഭാവ മഹിമയ്ക്ക് മാത്രമേ ഭഗവാൻ വഴങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ദ്രൗപദിക്ക് ചേല കൊടുത്തത്. ദ്രൗപദിയെ ആരൊക്കെ അപമാനിച്ചോ അവരുടെ എല്ലാം രക്തം വീഴ്ത്തിയ കുലം വേരറ്റം പറിച്ച് നശിപ്പിച്ചിട്ടേ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തുള്ളൂ. അധർമ്മം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കോട്ടകളെല്ലാം നശിപ്പിച്ചിട്ടേ ഭഗവാൻ അടങ്ങിയിരിക്കുകയുള്ളൂ. തൽക്കാലം നിങ്ങൾക്ക് സുഖം തോന്നും. That is just the calm before the storm. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള മൗനം മാത്രമാണത്. നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങൾ. തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ സുഖിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള മൗനമാണ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്.